ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്താനുള്ള തീരുമാനം കൂടിയുണ്ട്. ഇപ്പോൾ ഈ റഡാർ സിഗ്നൽ ഉൾപ്പെടെ ലഭിച്ച ഭാഗത്ത് അർജുൻ ഉൾപ്പെടുന്ന ലോറി ഇല്ല എങ്കിൽ പുഴയിൽ കൂടി തിരച്ചിൽ നടത്താം എന്നുള്ളതാണ് തീരുമാനം. പുഴയിൽ നേരത്തെ ആകാശ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ കാണാൻ ഉണ്ടായിരുന്നു. അവിടെ ചില കുന്നുപോലെ രൂപപ്പെട്ടിരിക്കുന്നത് പുഴയുടെ നടുക്ക് ദ്വീപിന് സമാനമായി രൂപപ്പെട്ട ചെറിയ സ്ഥലങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ഈ കുന്നിടിഞ്ഞ് വീണ ശേഷമുണ്ടായ പ്രതിഭാസമാണത് എന്താണ് മനസ്സിലാകുന്നത്. ആ ഭാഗത്ത് ഇനി വാഹനമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീധരൻ ഉണ്ട് ഒരു നിമിഷം. ഇപ്പോൾ ശ്രീ എം കെ രാഘവൻ നമുക്ക് ടെലിഫോണിൽ. ശ്രീ എം കെ രാഘവൻ, താങ്കൾ നേരത്തെ അവിടെ എത്തിയതാണ്. മുഖ്യമന്ത്രി സന്ദർശിച്ച സമയത്ത് താങ്കളും അവിടെ ഉണ്ടായിരുന്നു. ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കണ്ടതാണ്. എന്താണ് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിലെ പുരോഗതി, എത്രത്തോളമുണ്ട്? ശ്രീ എം കെ രാഘവൻ. ശ്രീ എം കെ രാഘവൻ, കേൾക്കാമെങ്കിൽ ഈ രക്ഷാപ്രവർത്തന പുരോഗതി എത്രത്തോളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങ് അവിടെ പോയി സന്ദർശിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നേരത്തെ ഞങ്ങൾ കണ്ടതാണ്. മുഖ്യമന്ത്രി എത്തിയപ്പോൾ താങ്കളും അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് അവിടുത്തെ ഈ രക്ഷാപ്രവർത്തന പുരോഗതി? അവിടെ രക്ഷാപ്രവർത്തനം വളരെ വേഗതയിൽ നടക്കും. നാവിയും മിലിറ്ററിയും എല്ലാം സജീവമായി രംഗത്തുണ്ട്. NDRF ഉണ്ട്. അല്ലാത്ത എല്ലാ ഫോഴ്സുകളും ഒരുമിച്ച് നന്നായി ഏകോപിച്ച് ഈ അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ശക്തമായി നടന്നു വരികയാണ്. ഇന്ന് തന്നെ അതൊരു രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ, കണ്ടെത്താൻ കഴിയുന്ന തരത്തിൽ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണോ? അത് നല്ല അവിടുത്തെ പുഴയിലും നേവൽ വിദഗ്ധന്മാർ ഇറങ്ങിക്കഴിഞ്ഞു. അവരും സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. രക്ഷാദൗത്യം 2 രീതിയിൽ നടക്കുകയാണ്. അത് യോജിച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള. അവിടെ എങ്ങനെയെങ്കിലും അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള രക്ഷാദൗത്യമാണ് ശക്തമായി ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഈ നേരത്തെ ഈ സിഗ്നൽ ലഭിച്ച സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ. അവിടെ ഇപ്പോൾ ഏറെക്കുറെ മണ്ണ് മാറ്റി എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോഴും ലോറി കണ്ടെത്തിയിട്ടില്ല. ഈ ISROയുടെ ഉൾപ്പെടെ സഹായം തേടിയിരുന്നില്ല. കൂടുതൽ വൈദഗ്ധ്യമുള്ള ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ ഭാഗത്ത് തന്നെ തിരച്ചിൽ? താങ്കൾക്ക് ഈ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകളുമായി രക്ഷാപ്രവർത്തനം ഏത് തരത്തിലാണ് അവർ ഏകോപിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ വിശദമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? അവരെന്താണ് പറയുന്നത്? അവര് റവന്യൂ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അതുപോലെ വേറെ 2 മന്ത്രിമാരുണ്ടായിരുന്നു. ഈ ജില്ലയുടെ ചാർജുള്ള മന്ത്രിയുണ്ട്, മിസ്റ്റർ വൈദ്യം ഉണ്ടായിരുന്നു. അത് ലോക്കൽ MLA സതീഷ് കൃഷ്ണ സീൽ, അദ്ദേഹമാണ് ഇവിടെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. എല്ലാം നല്ല രീതിയിലുള്ള ഒരു കോർഡിനേഷനാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും നല്ല ഒരു രക്ഷാ ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അതിലെ സംഗതി. ശ്രീ അർജുനെയും നഷ്ടപ്പെട്ട വേറെ 2 പേരെയും അതുപോലെ തന്നെ ആ ലോറി ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ കണ്ടെത്താനുള്ള തീവ്രമായ രക്ഷാദൗത്യ പ്രവർത്തനം നടത്തുക. കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇടയ്ക്ക് വലിയ മഴയും കാറ്റും. കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. കനത്ത മഴയാണ്. മഴ മാത്രമല്ല, കൊടുങ്കാറ്റ് പോലുള്ള ഒന്നാണ് അവിടെ ഉണ്ടായത്. ഇപ്പൊ ഞങ്ങളൊക്കെ അവിടെ അതിൽ പെട്ടവരാണ്. കാറ്റ് വളരെ വേഗതയിലുള്ള കാറ്റുണ്ടായിട്ട്, കൊടുങ്കാറ്റെന്നെ വേണമെങ്കിൽ പറയാം. അങ്ങിപ്പോൾ അതിന് സമീപത്ത് തന്നെയാണോ ഉള്ളത്? ഈ രക്ഷാദൗത്യം നടക്കുന്ന സ്ഥലത്ത് തന്നെയാണോ? അതെ. ഈ രക്ഷാപ്രവർത്തനത്തിൽ വല്ലാത്തൊരു വീഴ്ചയും വൈകല്യം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അക്കാര്യങ്ങൾക്ക് ആ ഗൗരവത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ കർണാടക സർക്കാരും അവരുടെ സംവിധാനങ്ങളും? ഇന്നിപ്പോ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഞാൻ മനസ്സിലാക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 3 ദിവസത്തെ ഒരു അനുഭവം അതാണ്. അവിടെ എല്ലാവരും പറഞ്ഞ കാര്യം അതാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പം ഏറ്റവും നന്നായി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളവിടെ നിന്ന് പറഞ്ഞ ദൃശ്യങ്ങളിൽ, ആകാശ ദൃശ്യങ്ങളിലൊക്കെ ഈ പുഴയിൽ ദ്വീപ് പോലെ ചില സ്ഥലങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് കണ്ടു. അവിടെ കൂടി തിരച്ചിൽ വേണ്ടി വന്നേക്കാം എന്ന തരത്തിൽ അവിടെ പ്രതികരണങ്ങൾ വരുന്നുണ്ടായിരുന്നു. റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗമായി
നേവൽ ടീം അവിടെ ഈ പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട്. അവരും ഈ ദൗത്യം തുടർന്നു വരികയാണ്.